ചിട്ടിക്കെന്ന പേരിൽ കോടികൾ സമാഹരിച്ചുകൊണ്ട് തട്ടിപ്പ് നടത്തിയ നിർമ്മാതാവായ ശ്രീ ഗോകുലം ഗോപാലൻ വീണ്ടും ഇഡിക്ക് മുൻപാകെ ഹാജരായി എന്ന വാർത്തകളാണ് പുറത്തുവരുന്നത്. വീണ്ടും ചോദ്യം ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് വിളിപ്പിച്ചിരിക്കുന്നതും. 2002 ഗുജറാത്ത് കലാപം ചിത്രീകരിച്ചതിന്റെ പേരിൽ വലതുപക്ഷ ഗ്രൂപ്പുകൾക്കെതിരെ അടുത്തിടെ പ്രതിഷേധം മോഹൻലാൽ സിനിമയായ എമ്പുരാന്റെ നിർമ്മാതാക്കളിൽ ഒരാളാണ് ഗോപാലൻ. അതുപോലെ തന്നെ 1999 ഫോറിൻ എക്സ്ചേഞ്ച് മാനേജ്മെന്റ് ആക്ട് ലംഘനവുമായി ബന്ധപ്പെട്ട് ഏപ്രിൽ 4-5 തീയതികളിൽ കോഴിക്കോടും അതുപോലെ തമിഴ്നാട്ടിലെ ചെന്നൈയിലെയും 2 സ്ഥലങ്ങളിൽ റെയ്ഡ് ചെയ്തതായി ഇഡി ഒരു പ്രസ്താവനയിൽ വെളിപ്പെടുത്തുകയും ചെയ്തിരുന്നു. ഗോപാലിന്റെ വീട്ടിലും അതുപോലെ ശ്രീ ഗോകുലം ചിറ്റ്സ് എന്ന ഓഫീസുകളിലും റെയ്ഡ് നടത്തിയതായും പ്രസ്താവനയിൽ അറിയിച്ചിരുന്നു. അതുപോലെ തന്നെ സംശയിക്കപ്പെടുന്ന സാമ്പത്തിക ലംഘനങ്ങളുമായി ബന്ധപ്പെട്ട് 1.5 കോടി രൂപ പണവും രേഖകളും ഉദ്യോഗസ്ഥർ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഇന്ത്യക്ക് പുറത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് അനുമതിയില്ലാതെ തന്നെ ചിട്ടി ഫണ്ടുകൾക്കായി കമ്പനി പണം ശേഖരിക്കുന്നുണ്ട് എന്ന് രഹസ്യ വിവരം ലഭിച്ചതിനെ തുടർന്നായിരുന്നു ഇഡി അന്വേഷണം ആരംഭിച്ചതെന്നും പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ പണത്തിന്റെ ദുരുപയോഗവും പണമായിട്ടായിരുന്നു ശേഖരിച്ചതെന്നും ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിയമങ്ങൾക്ക് വിരുദ്ധമായാണ് നടന്നിരിക്കുന്നത്. അന്വേഷണത്തിൽ കമ്പനി വിദേശത്ത് താമസിക്കുന്ന ആളുകളിൽ നിന്ന് 371.80 കോടി രൂപ പണമായും അതുപോലെ 220.74 കോടി രൂപ ചെക്കായും കൈപ്പറ്റിയതായും കണ്ടെത്തിയിട്ടുണ്ട്. ഈ വ്യക്തികൾക്ക് വലിയ തോതിൽ പണം ഇടപാടുകൾ നടത്തിയിട്ടുള്ളതായും അതുപോലെ തന്നെ ഇതൊന്നും അനുവദനീയമല്ല എന്നും പറയപ്പെടുന്നു. അതേപോലെ തന്നെ 370.80 കോടി രൂപ പണമായും 220.74 കോടി രൂപ ചെക്കായുമാണ് സ്വീകരിച്ചിരിക്കുന്നത്. വിദേശത്തേക്ക് ചട്ടം ലംഘിച്ചുകൊണ്ട് പണം കൈമാറുകയും ചെയ്തിട്ടുണ്ട്. പിടിച്ചെടുത്ത രേഖകളിൽ പരിശോധന തുടരുന്നതായാണ് ഇഡി ഇപ്പോൾ അറിയിച്ചിരിക്കുന്നതും. അതേസമയം ഗോകുലം ഗോപാലിന്റെ വീടുകളിലും സ്ഥാപനങ്ങളിലും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കഴിഞ്ഞ ദിവസമാണ് പരിശോധന നടത്തിയതും. പുലർച്ചെ 3 മണിയോടെയായിരുന്നു ചെന്നൈയിലും കോഴിക്കോട്ടും അടക്കം 5 ഇടങ്ങളിൽ പരിശോധന തുടങ്ങിയതും. ചെന്നൈയിലെ ഓഫീസ് അതുപോലെ തന്നെ കോഴിക്കോട്ടെ വീട്, കോഓപ്പറേറ്റീവ് ഓഫീസ്, ഗോകുലം മാൾ എന്നിവിടങ്ങളിലും റെയ്ഡ് നടത്തുകയും ചെയ്തിട്ടുണ്ട്. PMLA ലംഘനം, വിദേശ നാണയ വിനിമയ ചട്ടങ്ങളുടെ ലംഘനം തുടങ്ങിയവയുടെ പേരിലായിരുന്നു ഇഡി പരിശോധന നടത്തിയതും. ഏതാണ്ട് 1000 കോടിയോളം രൂപയുടെ കള്ളപ്പണ ഇടപാട് ഗോകുലം സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് നടത്തിയെന്നതാണ് പറയപ്പെടുന്നതും. ഗോകുലം ഗോപാലൻ ഡയറക്ടറായ കമ്പനിയിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നടത്തിയ നിക്ഷേപങ്ങളും അന്വേഷണത്തിൽ പരിശോധിക്കുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നതും. കോടികളുടെ വിദേശ സാമ്പത്തിക ഇടപാടുകളാണ് ഫെമ ചട്ട ലംഘനമായി പരിശോധിക്കുന്നതും. 2017 ആദായ നികുതി വകുപ്പും 2023 ഇഡിയും ഗോകുലം ഗോപാലിനെതിരെ ഒരിടവേളയ്ക്ക് മുൻപ് തന്നെ അന്വേഷണം നടത്തുകയും ചെയ്തിരുന്നു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.